അതോടൊപ്പം മാധ്യമങ്ങളെക്കാണ് ഡാൻ തിരികെ വരാം. അവസാന നിമിഷം വരെ കോൺഗ്രസ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ആക്ഷേപമുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും സത്യമേവ ജയതേ എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം തന്നെ വരും. ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ്, വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇപ്പോൾ കോടതി തന്നെ അങ്ങനെയല്ല എന്നുള്ള ആദ്യ സൂചന നൽകിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞ അത്രയും വിഷമത്തോടുകൂടി ഞാൻ പറഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അത്രയും വിഷമമുണ്ട്. പക്ഷെ എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൻ്റെ ഒരു കാരണമായി, ഒരു നിമിത്തമായി എന്നുള്ളതിൽ അത്യന്തം ആനന്ദമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഏറ്റവും കൂടുതൽ KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണല്ലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനം AICC അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് ഓരോ പേരുകളെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആ സംഭവങ്ങളിലൊന്നും ആരും എടുക്കാത്ത ഏറ്റവും ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മെലിഞ്ഞാന്നാണ് മറ്റൊരു പുതിയ ആരോപണം KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം അത് പോലീസ് DGPക്കാണ് അയച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂഴ്ത്തി വെക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും നേതാക്കന്മാരോട് ഡിസ്കസ് ചെയ്തത്. അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം 1-2 മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് DGP, പോലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPM-ൻ്റെ ഇല്ല, അപ്പോൾ അവർ ഭരിക്കുന്ന അന്വേഷണം. അത് കഴിഞ്ഞ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയിലെ പല തലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല പിന്നെ നിങ്ങൾ പറയൂ. അപ്പോൾ ഇത് അങ്ങനെ ആലോചിച്ചിട്ട് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൺസൾട്ടേഷൻ നടത്തി തീരുമാനമെടുത്തു. ഈ തീരുമാനം